സാഖ്യദർശനത്തിലെ ഇന്നുള്ള ഭാഗം തൊട്ടാണ് ഭഗവത്ഗീതയിലെ തത്വോപദേശം, ശ്രീകൃഷ്ണൻ്റെ ഗീതോപദേശം ആരംഭിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സാഖ്യ യോഗത്തിൽ തത്വചിന്താപരമായി ആനുഭൂതികമായി ചുരുക്കി പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകലാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഫിലോസോഫിക്കലായിട്ട് ഏറ്റവും സംക്ഷിപ്തമായി ഗീതോപദേശം ലഭിക്കുന്നത് സാഖ്യ യോഗത്തിൽ നിന്നാണ്. ശ്രീ ഭഗവാനുവാച അശോച്യാനന്നശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനി ശോചന്തി പണ്ഡിതാഃ. അശോച്യാനന്നശോചസ്ത്വം, ആർക്കു വേണ്ടിയാണോ നീ ശോകിക്കാൻ പാടില്ലാത്തത്, നീ കരയാൻ പാടില്ലാത്തത്, അവർക്ക് വേണ്ടി നീ കരയുന്നു. പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, അതോടൊപ്പം തന്നെ അറിവുള്ളവരുടെ വാക്കുകൾ നീ പറയുകയും ചെയ്യുന്നു. പല വ്യാഖ്യാതാക്കളും പറയാറുണ്ട്, ഗീതോപദേശം നടത്തുന്നത് ആദ്യം അർജുനൻ അവിദ്യയിൽ മുങ്ങിക്കിടന്നുകൊണ്ട് തെറ്റായ വാക്കുകൾ പറഞ്ഞത് മുഖാന്തരം അതിനെ തിരുത്താൻ വേണ്ടിയാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഭഗവാൻ തന്നെ ഇവിടെ അർജുനൻ്റെ വാക്കുകൾക്ക് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രജ്ഞാവാദാംശ്ച ഭാഷസേ എന്നാണ്. എന്ന് പറഞ്ഞാൽ അറിവുള്ളവരുടെ വാക്കുകൾ നീ പറയുകയും ചെയ്യുന്നു. അപ്പോൾ നീ പറഞ്ഞ വാക്കുകളെല്ലാം അറിവുള്ളവരുടേതാണ്. അതേസമയം അശോച്യാൻ അന്നശോചസ്ത്വം, ആർക്കു വേണ്ടിയാണോ നീ ശോകിക്കാൻ പാടില്ലാത്തത്, അവർക്ക് വേണ്ടി നീ ശോകിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്ന ഗീതോപദേശത്തിൻ്റെ സ്വഭാവം എന്തിനു വേണ്ടിയുള്ളതാണത് എന്നത് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് ഈ വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നവരാണ്. എന്താണ്? അറിവുള്ളവരുടെ വാക്കുകൾ നീ പറയുകയും ചെയ്യുന്നു, അതേസമയം ആർക്കു വേണ്ടിയാണോ ശോകിക്കാൻ പാടില്ലാത്തത് അവർക്ക് വേണ്ടി നീ ശോകിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യാൻ പോകുന്നു? കൂടുതൽ ആ അറിവിന്, അർജുനന് ഇപ്പോൾ ഉള്ള അറിവിന് കൂടുതൽ സുവ്യക്തത, ശാസ്ത്രീയത, ദാർശനികത കൈവരുത്തുകയും ശോകം ജീവിതത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്ന, ആർക്കും വേണ്ടി ശോകിക്കാൻ ഇടവരാത്ത ഒരു അറിവിലേക്ക് അർജുനനെ ഉയർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് അശോച്യാനന്നശോചസ്ത്വം എന്ന് പറഞ്ഞത്. ഈ അർത്ഥത്തിലൊന്നുമല്ല. മഹാഭാരത കഥയുടെ സന്ദർഭത്തിനോട് ചേർത്ത് വെച്ച് കാണേണ്ട ഒരർത്ഥമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത്. മറിച്ച് ഗീതോപദേശത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരർത്ഥമാണ്. ആ അർത്ഥം വെച്ച് നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഗതാസൂൻ അഗതാസൂംശ്ച നാനി ശോചന്തി പണ്ഡിത എന്ന് പറഞ്ഞാൽ ഗതാസൂൻ പോയി കഴിഞ്ഞവർ അവർക്ക് വേണ്ടിയും, അഗതാസൂംശ്ച പോയി കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയും എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞവരും മരിക്കാതിരിക്കുന്നവരും ആയിട്ടുള്ള, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആർക്കും വേണ്ടി നാനി ശോചന്തി പണ്ഡിതാഃ, പണ്ഡിതന്മാർ അനുശോചിക്കുകയില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് വെച്ചുകൊണ്ട് അവർ ശോഭിക്കുകയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ശ്ലോകത്തിലെ ഈ രണ്ടാം പകുതിയിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കുകളുടെ വെളിച്ചത്തിൽ വേണം അശോച്യാനന്നശോചസ്ത്വം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കാം. എന്തുകൊണ്ട്? ഇവർ ഭീഷ്മരായാലും കൊള്ളാം, ദ്രോണരായാലും കൊള്ളാം, മറ്റാരായാലും കൊള്ളാം, അവരെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയോ മരിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയോ, ഇവരെല്ലാം മരിച്ചു കഴിയാൻ പോകുന്നവരാണ് ഈ യുദ്ധം മുഖാന്തരം എന്ന് അവരെല്ലാം കൊണ്ട് കൊല്ലേണ്ടി വരും എന്നാണല്ലോ അർജുനൻ കരുതുന്നത്. അപ്പോൾ അവരെല്ലാം മരിച്ചവരായിത്തീരും, ഗതന്മാരായിത്തീരും. അപ്പോൾ മരിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയും ഇപ്പോൾ മരിക്കാതെ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ആർക്ക് വേണ്ടിയായാലും പണ്ഡിതന്മാർ കരയുകയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഗതന്മാരായിട്ടുള്ള എന്ന് പോയി കഴിഞ്ഞിട്ടില്ലാത്തവരായി ഇവിടെ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടിയാണ് അർജുനൻ ഈ കരച്ചിലുണ്ടായിരിക്കുന്നത്, ഈ ശോകം ഉണ്ടായിരിക്കുന്നത്. ഇത് പണ്ഡിതന്മാരുടെ ലക്ഷണമല്ല. പണ്ഡിതനാരാണ്? സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പണ്ഡിതന്മാർ എന്ന് വിളിച്ചു പോരാറുള്ളത് ധാരാളം പുസ്തകങ്ങളെല്ലാം പരിചയമായി, പല ശാസ്ത്രങ്ങളും പഠിച്ച് പല ആളുകളെയും തർക്കത്തിലെല്ലാം തോൽപ്പിക്കാൻ കഴിവുള്ളവരായി തീർന്നിട്ടുള്ള ആളുകളെയാണ് പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ദാർശനിക ചിന്തയുടെ സന്ദർഭത്തിൽ അർത്ഥം അതല്ല. പണ്ഡാ യസ്യ സ പണ്ഡിത എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പണ്ഡ എന്ന് പറഞ്ഞാൽ അറിവ് ആരിലാണോ ഉള്ളത് അയാളാണ് പണ്ഡിതൻ. അല്ലാതെ ശാസ്ത്രം പഠിച്ചതുകൊണ്ടോ തർക്കങ്ങളിൽ ആളുകളെ തോൽപ്പിച്ചതുകൊണ്ടോ
ഒന്നും ഒരാൾ പണ്ഡിതനാകുന്നില്ല. അറിവ്, യഥാർത്ഥ അറിവ് ആരിലുണ്ടോ അവൻ പണ്ഡിതൻ. ചുരുക്കി പറഞ്ഞാൽ, നീ ഈ വാക്കുകൾ, അറിവുള്ളവരുടെ വാക്കുകൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള സത്യനിശ്ചയം വന്ന ഒരാളിൻ്റെ അറിവ് നിനക്കില്ല. അതുകൊണ്ടാണ് നീ ഇത്തരത്തിൽ ശോഭിക്കാൻ ഇടയായത് എന്ന് മനസ്സിലാക്കണം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃപരം. നത്വേവാഹം ജാതുനാസം, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി ഒരിക്കലും ഇല്ലാതായി തീരുകയും ഇല്ല. ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. നമ്മളെല്ലാം ഇനി ഭാവിയിൽ ഇല്ലാതായി തീരുകയും ഇല്ല. ഇതാണ് വാസ്തവത്തിലുള്ള സ്ഥിതി. ഇവരെല്ലാവരും, ഈ ബദ്ധജനങ്ങളെല്ലാം കൊല്ലേണ്ടി വരും, അവരെല്ലാം ഇല്ലാതായി തീരും എന്നുള്ള ഭയത്തോടു കൂടി ആണല്ലോ അർജുനന് ശോകമുണ്ടായത്. അത് ആ വശം എടുത്തുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാനൊരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരാരും ഇതുവരെ ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഞാനും ഈ രാജാക്കന്മാരും ആരും ഇനി ഇല്ലാതായി തീരുകയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ, ലോകസാധാരണമായ കാഴ്ചപ്പാടോടുകൂടി കാണുകയാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയല്ല. ഭാഗവതം വായിച്ചാലും മഹാഭാരതമൊക്കെ വായിച്ചാലും നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ മരിക്കുന്നതായിട്ടാണ്, അർജുനൻ മരിക്കുന്നതായിട്ടാണ്, ഈ മഹാരഥന്മാരെല്ലാവരും മരിക്കുന്നതായിട്ടാണ്. പിന്നെ ഏതർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആരും ഇനി ഇല്ലാതായി തീരുകയും ഇല്ല എന്ന് തന്നെയല്ല, നമ്മൾ ആരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടുമില്ല എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന വ്യക്തികളെന്ന നിലയിലല്ല, ഈ വ്യക്തികളെല്ലാമായി തീർന്നിരിക്കുന്ന സത്യമേതോ ആ സത്യമാണ് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ലാത്തത്, എന്നും ഉണ്ടായിരുന്നത്, ഇനി ഇല്ലാതായി തീരാത്തത്, ഇനി ഒരിക്കലും ഇതൊന്നും ഇല്ലാതായി തീരുകയില്ല. ആ സത്യത്തിന് ഒരിക്കലും നാശമില്ല. സത്യം ഒന്നേ ഉള്ളൂ, അതില്ലാതായി തീരുകയില്ല, എന്നും ഉള്ളതാണ്. നമ്മിലുള്ളതും ആ സത്യമാണ്. നമ്മൾ ഈ കാണുന്ന രൂപത്തിലിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ രൂപമല്ല സത്യം, രൂപത്തിൽ നിറഞ്ഞിരിക്കുന്ന സത്യമാണ് വാസ്തവത്തിൽ ഉള്ളത്. ആ സത്യം ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി ഇല്ലാതായി തീരുകയും ഇല്ല. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ, ദേഹികൾക്ക് എങ്ങനെയാണോ ഈ ശരീരത്തിൽ കൗമാരം യൗവനം ജര, കൗമാരം യൗവനം വാർദ്ധക്യം ഇതെല്ലാം വന്ന് സംഭവിക്കുന്നത്, തഥാ ദേഹാന്തരപ്രാപ്തം, അതുപോലെയാണ് മറ്റു ദേഹങ്ങളെ പ്രാപിക്കുക എന്ന് പറയുന്നതും എന്നതും സംഭവിക്കുന്നത്. ധീരസ്തത്ര ന മുഹ്യതി, ധീരനായിട്ടുള്ളവൻ ഇതിൻ്റെ കാര്യത്തിൽ തത്ര ന മുഹ്യതി, ഈ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ കരയുകയില്ല, മോഹിക്കുകയില്ല, മോഹിതരായി തീരുകയില്ല. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ സാധാരണഗതിയിൽ പുനർജന്മത്തെ സ്ഥാപിക്കുന്ന ഒരു ശ്ലോകമായിട്ടാണ് ഇത് അർത്ഥം ഈ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞു പോരാറുള്ളത്. ഇവിടെ പുനർജന്മത്തെപ്പറ്റി ചിന്തിക്കുന്ന സന്ദർഭമേ അല്ല ഇത് സത്യമേത് അസത്യമേത് എന്ന് മാത്രം ചിന്തിക്കുന്ന സന്ദർഭമാണ്. തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിന് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ, ഞാനൊരിക്കലും ഇല്ലായിരുന്നിട്ടില്ല, നീ ഒരിക്കലും ഇല്ലായിരുന്നിട്ടില്ല, ഈ ഭാരതന്മാരാരും ഒരിക്കലും ഇല്ലായിരുന്നിട്ടില്ല. നമ്മൾ ഇല്ലാതായി തീരുന്നതായിട്ട് കണക്കാക്കുന്നത് ഏതിനെയാണ്? ഈ വ്യക്തികളിലെല്ലാം, നമ്മിലെല്ലാം നിറഞ്ഞിരിക്കുന്ന സത്യത്തിൻ്റെ കാര്യത്തിലല്ല, സത്യത്തെ വെച്ചുകൊണ്ടല്ല, മറിച്ച് ഈ ദേഹത്തെ വെച്ചുകൊണ്ടാണ്, ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദേഹമാണ് ഇല്ലാതായി പോകുന്നത്, സത്യമല്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ശ്ലോകം വരുന്നത്. അവിടെയാണ് പറയുന്നത്, ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. ദേഹിയുണ്ട്, ദേഹമുണ്ട്. ദേഹം എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം ദേഹം. അതിൽ ഏതിനാണോ ഈ ദേഹം, ഈ രൂപം കൈവന്നിരിക്കുന്നത്,
അതാണ് ദേഹി. അപ്പോൾ ദേഹിയുണ്ട്, ദേഹമുണ്ട്. ദേഹിനഃ എങ്ങനെയാണോ ദേഹിക്ക് കൗമാരം യൗവനം ജര, കൗമാരവും യൗവനവും അവസ്ഥാതലങ്ങൾ വന്നു ഭവിക്കുന്നത്, തഥാ ദേഹാന്തരപ്രാപ്തർ, അതുപോലെ മാത്രമാണ് ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹം കൈവരിക എന്നത്. അപ്പോൾ ദേഹി എത്രയുണ്ട് ഇവിടെ? ദേഹി ഒന്ന്. ദേഹങ്ങളോ പലത്. എന്താണ് അതിന് അവസ്ഥ? കൗമാരവും യൗവനവും ജലവും ഇങ്ങനെ അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ എന്ത് തഥാ ദേഹാന്തരപ്രാപ്തർ ധീരസ്തത്ര നമുക്ക് അവിടെ അതുപോലെ മാത്രമാണ് ദേഹാന്തരപ്രാപ്തി. ഒരു ദേഹി ഉണ്ടായിരിക്കും, പല ദേഹങ്ങളുണ്ടാകും. ഇങ്ങനെയാണ്. ഒരു സ്വർണമുണ്ടായിരിക്കും, സ്വർണത്തിന് കൈവന്ന രൂപങ്ങൾ അനേകമായിരിക്കും. എത്ര രൂപങ്ങൾ കൈവന്നാലും ശരി തന്നെ ആ ദേഹങ്ങളിലെല്ലാം, അതെല്ലാം ദേഹങ്ങളാണ്. ആഭരണ രൂപങ്ങളെല്ലാം ദേഹങ്ങളാണ്. അവയിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഏത് സത്യമാണ് ഉള്ളത്? സ്വർണം. അത് ദേഹിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആഭരണം ഉരുക്കി ഒഴിച്ച് സ്വർണ്ണമാക്കി കഴിഞ്ഞാൽ അടുത്ത രൂപം അതിന് കൈവരികയായി. കൊടുക്കുന്ന രൂപം ഉരുക്കി ഒഴിക്കുമ്പോൾ തന്നെ ഒരു രൂപമുണ്ട് അതിന്. ആ രൂപം പിന്നെ അത് നമ്മൾ കൊടുക്കുന്ന രൂപം വേറെയായി. ഇങ്ങനെ രൂപാന്തരങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ആർക്ക്? ഒരു ദേഹിക്ക്. അപ്പോൾ ദേഹി ഒന്നായിരിക്കുകയും ദേഹങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. തഥാ ദേഹാന്തരപ്രാപ്തി. അപ്പോൾ ദേഹാന്തരപ്രാപ്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലിരിക്കുന്ന ജീവൻ ആ ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിൽ പോകുന്നതായിട്ടല്ല ഇവിടെ കാണേണ്ടത്. ഒരു വ്യക്തിയിൽ, ഒരു വ്യക്തിസത്തയിൽ, ഒരു ഇൻഡിവിജ്വൽ ബീയിങ്ങിൽ സത്യമായിരിക്കുന്നത് എന്തുണ്ടോ അതിനും ഒരു മാറ്റവും വരാതിരിക്കുകയും പ്രകൃതിയുടെ സ്വാഭാവികമായ ഗതി അനുസരിച്ച് ആ രൂപം മാറുമ്പോൾ പുതിയ രൂപത്തിലേക്ക് അത് ഉൾപ്പെട്ടിരിക്കും. അതൊരു ജീവൻ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിൽ എത്തിച്ചേരുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരവസരവും ഒരു സന്ദർഭമല്ല ഇത്. ധീരസ്തത്ര മുഖ്യതി. അക്കാര്യത്തിൽ ഏതാണ്? തഥാ ദേഹാന്തരപ്രാപ്തർ, ദേഹങ്ങൾ മാറി മാറി വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ ധീരനായിട്ടുള്ളവൻ ആരാണ്? ധീരൻ. ഈ യസ്യ സധീര. ഈ ആർക്കാണോ ഉള്ളത്, അറിവ് ആർക്കാണോ ഉള്ളത്, അവൻ ധീരൻ. ധീരസ്തത്ര മുഖ്യതി. അറിവുള്ളവർ ഇതിൻ്റെ പേരിൽ, ഈ മാറി മാറി വരുന്ന അവസ്ഥാന്തരങ്ങളുടെ പേരിൽ, നമ്മൾ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് വരുമ്പോഴോ യൗവനം വിട്ട് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴോ ഒന്നും നമ്മൾ കരയാറില്ലല്ലോ. പിന്നെ മരണം സംഭവിക്കുമ്പോൾ എന്തിനു കരയുന്നു? കൗമാരം വിട്ട് യൗവനത്തിലേക്ക് പോയപ്പോൾ കൗമാരദശ പോയി മരിച്ചില്ലേ? യൗവനം വിട്ട് വാർദ്ധക്യത്തിലേക്ക് പോയപ്പോൾ യൗവനദശ മരിച്ചു കഴിഞ്ഞില്ലേ? എന്നിട്ട് നമ്മൾ ആരും കരഞ്ഞില്ലല്ലോ. അതുപോലെ ഉള്ളൂ മരിക്കുക എന്ന് പറയുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഭവത്തെ എവിടെ എന്ത് കാണുന്നു? ദേഹാന്തരപ്രാപ്തി എന്ന് കാണുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്ന ദേഹം പുതിയൊരു ദേഹം വരുന്നു. ഏത് ദേഹമാണ്? അത് മണ്ണായിട്ട് ഇരുന്നതായിരിക്കാം, പ്രാണൻ വായുവായിട്ട് പോകുന്നതായിരിക്കാം, എങ്ങനെയായിരിക്കാം. ഏതായാലും അത് ദേഹാന്തരപ്രാപ്തിയാണ്. ഈശാവാസ്യോപനിഷത്തിൽ അതിനെപ്പറ്റി പറയുന്നത് എന്താണ്? പ്രാണൻ അന്തരാത്മാവിൽ പിൻപു നീറാകു വീയും. നമ്മിലുള്ള പ്രാണൻ അന്തരാത്മാവിൽ പോയി ലയിക്കുന്നു. അത് ഈശാവാസ്യോപനിഷത്ത് മൂലത്തിൽ കാണുന്നത് മാതരീശ്വാവിൽ, വായുവിൽ പോയി ലയിക്കുന്നു എന്നാണ്. അപ്പം നമ്മിലുള്ള പ്രാണൻ അവിടെ പോയി ലയിക്കുന്നു. അതങ്ങ് പൊതുവായിട്ടുള്ള ആകാശത്തിൽ വായുമണ്ഡലത്തിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ശരീരം മാത്രം. അത് മുമ്പ് നീറാകും ഈയുടെ. ഇതോ ചാമ്പലായി തീരാൻ പോകുന്നു. അത്രയേ ഉള്ളൂ. അതൊക്കെ ദേഹാന്തരപ്രാപ്തികളാണ്. ഇങ്ങനെ ദേഹാന്തരപ്രാപ്തികൾ സംഭവിക്കുക എന്നത് പ്രപഞ്ചഗതിയിൽ സ്വാഭാവികമാണ്. പ്രപഞ്ചം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമാണ്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ദേഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോയി മറയുകയും പുതിയ രൂപങ്ങൾ, പുതിയ ദേഹങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഒന്നും പേരിൽ നമ്മളാരും കരയാറില്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദേഹാന്തരപ്രാപ്തിയും ഇതുപോലെയേ ഉള്ളൂ. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യ താം സ്ഥിതിക്ഷസ്വ ഭാരത. നമ്മുടെ ദേഹത്തിൻ്റെ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ ഇനി ഇങ്ങനെ കാണണം. മാത്രാസ്പർശാസ്തു കൗന്തേയ. മാത്ര കൊണ്ട് മാറി മാറി വരുന്നവയാണ് ഈ കാണുന്നവയെല്ലാം. അവയോ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നു. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖത. നമ്മൾ അവയെല്ലാം സ്പർശിച്ചോ
ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി അവയുമായി ബന്ധപ്പെട്ട് അവയെ അറിയുകയും അതിൻ്റെ സുഖമല്ലെങ്കിൽ ദുഃഖം നമ്മൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആയാലും ഇതെല്ലാം നിമിഷ നേരം മാത്രം നിലനിൽക്കുന്നതാണ്. സുഖമായാലും കൊള്ളാം, ദുഃഖമായാലും കൊള്ളാം, എല്ലാം നിമിഷ നേരം മാത്രം നിലനിൽക്കുന്നതാണ്. മാത്രാസ്പർശാസ്തു കൗന്തേയ, മാത്രനേരം കൊണ്ട് സ്പർശിച്ച് കടന്നു പോകുന്നവ മാത്രമാണ് ഇതെല്ലാം. ശീതോഷ്ണ സുഖദുഃഖത, ശീതം ഉഷ്ണം തുടങ്ങിയ സുഖവും ദുഃഖവുമൊക്കെ തരുന്ന മാത്രമാണ് ഇവയെല്ലാം. ആഗമാവായിനോ അനിത്യ, ഇവയെല്ലാം അനിത്യമാണ്, നിത്യമല്ല. ആഗമാവായിന, അവ വന്നും പോയും ഇരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവയാണ്. താം സ്ഥിതിക്ഷസ്വ ഭാരത, അങ്ങനെ ഉള്ള ദേഹത്തിൻ്റെ തലത്തിൽ, ദേഹത്തിൻ്റെ ലെവലിൽ നടക്കുന്ന ഈ മാറി മാറി വരുന്ന സുഖവും ദുഃഖവും എല്ലാം നമുക്ക് മാറി മാറി തരുന്ന ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് സഹിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. അതിൻ്റെ പേരിൽ കരയുകയല്ല വേണ്ടത്, അതിനെ സഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ആഗമാവായിനോ അനിത്യ താം സ്ഥിതിക്ഷസ്വ ഭാരം, അതിനെ സഹിച്ചു കളയും. പരാതിയില്ലാതെ സഹിക്കുന്ന ഭാവത്തെയാണ് തിദിക്ഷ എന്ന് വിളിക്കുന്നത്. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ തിദിക്ഷയെ നിർവഹിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ്: സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷ നിഗദ്യതേ. സകല ദുഃഖങ്ങളെയും, സഹനം സർവദുഃഖാന, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കാനുള്ള കഴിവ്. എങ്ങനെ? പ്രതീകാരപൂർവകം, ഒരു തരം പ്രതികാര ബുദ്ധിയും കൂടാതെ സഹിക്കാൻ കഴിയും. ചിന്താവിലാപരഹിതം, ചിന്തയും വിലാപവും കൂടാതെ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത കൂടാതെ. ചിന്ത ഇവിടെ എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന സുഖമോ ദുഃഖമോ എന്നുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങളെ പറ്റിയുള്ള വിചാരം. വിലാപം, കഴിഞ്ഞുപോയതിനെ പറ്റിയുള്ള വിചാരം കൊണ്ടുണ്ടാകുന്ന സങ്കടം. ഇതൊന്നും കൂടാതെ ഇതിനെല്ലാം സഹിക്കാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അവർക്ക് മാത്രമേ ആധ്യാത്മികതയുടെ രംഗത്ത് യോഗ്യതയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കണം. അതിനെല്ലാം സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നു. യം ഹിതം വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹിതം വ്യഥയന്ത്യേതേ, യം ഹിതം വ്യഥയന്തി, പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ് മാറി മാറി വരുന്ന ഇങ്ങനെയുള്ള ദേഹത്തിൻ്റെ തലത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെയെല്ലാം ആരെയാണോ സങ്കടപ്പെടുത്താതിരിക്കുന്നത്. യം ഹിതം വ്യഥയന്ത്യേതേ, ഈ പറഞ്ഞതൊക്കെ ആരെയാണോ അവർക്ക് ഒരു തരത്തിലുള്ള വ്യഥയും സൃഷ്ടിക്കാതിരിക്കുന്നത്. ഇങ്ങനെയുള്ള പുരുഷന്മാരിൽ വെച്ച് കാളയെപ്പോലെയുള്ള കരുത്തുള്ള ആണല്ലോ അർജുനൻ. അതുകൊണ്ട് അങ്ങനെയുള്ള അർജുനനോട്, പുരുഷർഷഭനായിരിക്കുന്ന അർജുനനോട് പറയുന്നു, അങ്ങനെയുള്ള പുരുഷന്മാർ സമദുഃഖ സുഖം ധീരം, അവർ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണുന്ന ധീരതയുള്ളവരായിരിക്കും. സമദുഃഖ സുഖം ധീരം, സമമായി സുഖത്തെയും ദുഃഖത്തെയും കാണുന്ന ധീരതയുള്ളവർ. ധീരതയുടെ കാര്യം നേരത്തെ പറഞ്ഞു, അറിവുള്ളവർ. സോ അമൃതത്വായ കൽപ്പതേ, അങ്ങനെയുള്ളവരാണ് അമൃതത്വത്തിന് യോഗ്യതയുള്ളവരായിത്തീരുന്നത്. അല്ലാത്തവർക്കോ അമൃതത്വമല്ല ഉണ്ടാകുന്നത്, മറിച്ച് എന്താണ്? അമൃതത്വത്തിൻ്റെ നേരെ വിപരീതമാണ് മൃതാവസ്ഥ. മർത്യൻ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് മൃത്യു ഉണ്ടവൻ ആണ് മർത്യൻ. എന്നും മരണത്തെപ്പറ്റി വിചാരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് മർത്യൻ. ആ അർത്ഥത്തിൽ തന്നെയാണ് മർത്യൻ എന്നുള്ള പേരും അവന് കിട്ടിയത്. എന്നാൽ അവരെന്നും കൊതിക്കുന്നുണ്ട് അമൃതത്വം വേണം എന്നുള്ളത്. പക്ഷേ അമൃതത്വം ആർക്ക് ലഭിക്കും? ഇതിനെയെല്ലാം സഹിച്ചുകൊണ്ട്. ഏതൊരു സത്യത്തിനാണോ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആഗമാവായികളായിട്ടുള്ള വന്നും പോയും ഇരിക്കുന്ന മാറ്റങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ട് ഏതൊരു സത്യമാണോ നിലനിൽക്കുന്നത്, ആ സത്യമാണ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കുന്നവരാണ് അമൃതത്വത്തിന് യോഗ്യർ. എങ്ങനെ അവർ അമൃതത്വം പ്രാപിക്കുന്നത്? എങ്ങനെയാണ്? ആ സത്യത്തിന് നാശമില്ല, അതിന് മൃത്യുവില്ല, അതൊരിക്കലും നശിക്കാത്തതാണ്. ആ സത്യമാണ് ഞാൻ. അപ്പോൾ ഞാനും നശിക്കാത്തതാണ്. അപ്പോൾ എന്നിലുള്ള സത്യമായിരിക്കുന്നത് ആ ഒന്നാണ്, അതിന് നാശമില്ല, അതാണ് ഞാൻ. അപ്പോൾ അതാണ് ഞാൻ എന്നുള്ള ബോധമുണ്ടായിക്കഴിയുമ്പോൾ ഞാനും മർത്യൻ എന്നുള്ള തലം വിട്ട് അമൃതത്വത്തിന് യോഗ്യനായി കഴിഞ്ഞു. മരണമില്ലാത്ത അവസ്ഥ കൈവരുന്നതിന് യോഗ്യനായി കഴിഞ്ഞു. അങ്ങനെ അല്ലാതെ ഒരു അമൃതത്വം, മരിക്കാതിരിക്കാനുള്ള കൊതി
എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിലും അങ്ങനെ മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള പരിശ്രമങ്ങളും മെഡിക്കൽ സയൻസിൽ ഇപ്പോഴും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും സാധ്യമല്ല. റിസർച്ച് ചെയ്ത് ഇതിൻ്റെ എല്ലാം ഫലമായ ഒരു അമൃതത്വം കൈവരിക്കാം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരും മരിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരിക്കും. അതിനെയൊക്കെ സ്വാഭാവികമായി ഇത്തരത്തിൽ ബാഹ്യമായ തലത്തിൽ നടക്കുന്ന നമുക്ക് സഹിക്കേണ്ടിയിരിക്കുന്ന പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ കണക്കാക്കാൻ കഴിവില്ലാത്തവർ ശോകിക്കും. അങ്ങനെ കഴിവുള്ളവർ ഈ മാറ്റങ്ങൾക്കകത്തെല്ലാം നിലനിൽക്കുന്നതായ ഒരിക്കലും നശിക്കാത്ത സത്യമാണ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുകയും അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമൃതന്മാരായിരിക്കുകയും ചെയ്യും. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോ തത്വദർശിഭിഃ. ഇത് ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നാസതോ വിദ്യതേ ഭാവോ, അസത്തായിട്ടുള്ളതിന് ഭാവമില്ല. നാഭാവോ വിദ്യതേ സതഃ, സത്തിന് അഭാവവും ഇല്ല. ഉഭയോരപി ദൃഷ്ടോ അന്തസ്തനയോ, ഈ രണ്ടിൻ്റെയും രഹസ്യം, അന്തർരഹസ്യം ആരാണോ കണ്ടത്? തത്വദർശിയായ അവർ. അനയോഹോ തത്വദർശിപ്പിക്കുക, ഇത് തത്വദർശികളായിട്ടുള്ളവർക്ക് മാത്രം കണ്ട് മനസ്സിലായിട്ടുള്ള ഒന്നാണ്. ഏതാണ് ഇപ്പറഞ്ഞ് രണ്ടിലും കൂടി അന്തർഭവിച്ചിരിക്കുന്ന രഹസ്യം. ഇതിന് സാധാരണ ഈ വാക്കുകൾ ആദ്യത്തെ 2 വരിക്ക് സാധാരണഗതിയിൽ അർത്ഥം പറഞ്ഞ് പോരാറുള്ളത് അസതോ വിദ്യതേ ഭാവോ. അസത്തെന്ന് വെച്ചാൽ ഇല്ലാത്തത് ഉണ്ടായിരിക്കുകയില്ല. അഭാവോ വിദ്യതേ സത, സത്തിന് ഉള്ളതിന് അഭാവവും ഇല്ല. അഭാവം എന്ന് വെച്ചാൽ ഇല്ലായ്മ. സത്തിന് ഇല്ലായ്മയില്ല, ഇല്ലാത്തതിന് ഉണ്മയുമില്ല. ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇത് വലിയ തത്വരഹസ്യമാണോ? ഇവിടെ 2 പറഞ്ഞോ 1 പറഞ്ഞോ? ഇത് വെച്ച് നോക്കിയാൽ ഇത്തരത്തിൽ അർത്ഥം പറഞ്ഞാൽ ഒന്നേ പറഞ്ഞോളൂ. ഇപ്പം എന്താണ്? നാസതോ വിദ്യതേ ഭാവോ, ഇല്ലാത്തതിന് ഉണ്ടായിരിക്കാൻ സാധിക്കുകയില്ല, ഉള്ളതിന് ഇല്ലാതിരിക്കാനും സാധിക്കുകയില്ല. 2 കാര്യം പറഞ്ഞു, 1 കാര്യം പറഞ്ഞു. നടരാജ ഗുരു ഒരിക്കൽ എന്നെ വിളിച്ച് ഈ ശ്ലോകം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. എടുത്തുണ്ടെന്ന് ഞാൻ ചൊല്ലിയിട്ട് എന്നോട് ചോദിച്ചു, അവിടെ 2 കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു 2 കാണുന്നില്ല. എന്നാൽ പ്രസാദിന് ഡയലക്റ്റിക്സിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇത്ര പറഞ്ഞോളൂ, വേറൊന്നും എന്നോട് പറഞ്ഞില്ല. നടരാജ ഗുരു 1973 സമാധിയായത്. അതിന് 1 വർഷം മുമ്പാണ് എന്നോട് ഇത് പറയുന്നത്. പിന്നീട് ഇതൊരു 10 വർഷക്കാലം നടരാജഗുരുവിൻ്റെ ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇതെന്താ അർത്ഥം? നടരാജഗുരു പറഞ്ഞതിൻ്റെ അർത്ഥമുണ്ട്. ഈ ഗീതാ ശ്ലോകത്തിന് എങ്ങനെ മനസ്സിലാക്കണം? ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. അവസാനം എനിക്കത് സ്വാഭാവികം എന്ന തരത്തിൽ അതൊന്ന് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. ഞാൻ കണ്ടെത്തിയ അർത്ഥം എന്താണ്? അസതോ വിദ്യതേ ഭാവോ, അസത്തായിട്ടുള്ളതിന് പൂർണ്ണമായും ഇല്ലാത്ത. സത്ത് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ഉണ്മയുള്ളത്. അസത്ത് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ഉണ്മയില്ലാത്തത്. ആത്യന്തികമായ ഉണ്മയില്ലാത്ത ഒന്നിന് ഭാവം കൈവരികയില്ല. ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ, ഇല്ലാത്ത സ്വർണം വെച്ചുകൊണ്ട് നമുക്ക് ആഭരണം ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. സ്വർണം അവിടെ ഉണ്ടായിരിക്കണം. ഉള്ള സ്വർണത്തിന് നമ്മൾ ഏത് രൂപവും കൊടുക്കാം, ഏത് ആഭരണത്തിന് രൂപം വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് ആ ആഭരണത്തിൻ്റെ രൂപം ഭാവമാണ്. സ്വർണം സത്താണ്. അപ്പോൾ ഒരു സത്തുണ്ട്, ഒരു ഭാവമുണ്ട്. സത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടായിരിക്കില്ല, അത് എന്നും നിലനിൽക്കുന്നതാണ്. സ്വർണത്തിന് ആർക്കും ഇല്ലാതാക്കി തീർക്കാൻ സാധിക്കില്ല. അതേസമയം ആഭരണ രൂപത്തെ ഉണ്ടാക്കാം, ഇല്ലാതാക്കി തീർക്കാം. അത് ഭാവം. ഇനി ഒരു കാര്യം, ഈ സ്വർണത്തിന് ഏതെങ്കിലും രൂപത്തിലല്ലാതെ ഇരിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ഏതെങ്കിലും രൂപത്തിലിരിക്കും. ആ രൂപമോ അതൊരു ഭാവമാണ്. അപ്പോൾ സ്വർണമുണ്ടെങ്കിൽ അതേതെങ്കിലും ഭാവത്തിലിരിക്കും, ഏതെങ്കിലും രൂപത്തിലിരിക്കും. അതുപോലെ സത്തുണ്ടെങ്കിൽ അതേതെങ്കിലും ഭാവത്തിലേ ഇരിക്കുകയുള്ളൂ. വെറുതെ സത്തായിട്ട് നമുക്ക് സങ്കല്പിക്കാമെന്നുണ്ടെങ്കിലും, ഒരു ഐഡിയ അതിനെപ്പറ്റി നമ്മുടെ മനസ്സിൽ രൂപീകരിക്കാം എന്നുണ്ടെങ്കിലും, ഒരു ആബ്സ്ട്രാക്ട് റിയാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം എന്നുണ്ടെങ്കിലും, നമ്മുടെ ചിന്തയിലേ അതുണ്ടായിരിക്കുകയുള്ളൂ. വാസ്തവത്തിൽ അതുണ്ടായിരിക്കുന്നത് ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും ഭാവത്തിലായിരിക്കും. ഈ പ്രപഞ്ചരൂപത്തിലുള്ള സത്യമല്ലാതെ, അതുപോലെ ഈ ഉദാഹരണം ഞാൻ ആഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ആഭരണത്തിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ കാണേണ്ടതാണ് ഈ ലോകത്തിൽ കാണുന്ന സകല രൂപങ്ങളും.
സകല ഭാവങ്ങളും നിരന്തരം മാറി വന്നുകൊണ്ടിരിക്കുന്ന സകല ഭാവങ്ങളും ഭാവങ്ങളാണ്. ആഭരണത്തിൻ്റെ സ്ഥാനം ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നമ്മൾ കാണും, നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ അതിലെല്ലാം സത്തായിരിക്കുന്ന ഒന്നുണ്ട്. ആഭരണത്തിലെല്ലാം സത്യമായിരിക്കുന്ന സ്വർണം പോലെ ഈ പ്രപഞ്ചഭാവങ്ങളിലെല്ലാം ഭവിക്കുന്നതാണ് ഭാവം. അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന് ഭാവം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ പ്രപഞ്ചം എപ്പോഴും ഭാവങ്ങളോട് കൂടിയതാണ്. ഈ ഭാവങ്ങൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിന് കാരണസത്യമായിട്ടുള്ള ഒന്ന് ഉണ്ടായിരിക്കണം. ആ കാരണസത്യത്തിന്, ആ സത്തിന് സത്തായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുകയില്ല. സത്ത് എപ്പോഴും ഇരിക്കുന്നത് ഏതെങ്കിലും ഭാവത്തിലായിരിക്കും. ഇല്ലാത്ത ഒന്നിനോ ഭാവം ഉണ്ടായിരിക്കുകയുമില്ല. ഇല്ലാത്ത സ്വർണം കൊണ്ട് നമുക്ക് ആഭരണം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നതുപോലെ ഇല്ലാത്തതായ ഒന്ന് അതിന് ഒരു ഭാവവും കൈവരാൻ സാധിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നുമായി തീരാൻ അതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു? നാ അസതോ വിദ്യതേ ഭാവോ. അസത്തായിട്ടുള്ള ഒന്നിന് ഭാവം ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. ആത്യന്തികമായ ഒരു സത്യം ഉണ്ടായിരുന്നാൽ മാത്രമേ അതിന് ഭാവം കൈവരികയുള്ളൂ. അങ്ങനെയുള്ള അല്ലാത്ത ഒന്നിനോ അതിനൊരു ഭാവവും കൈവരികയില്ല. ആ അഭാവോ വിദ്യതേ സദാ. സത്തിനാണെങ്കിൽ ഇവിടെ അഭാവം എന്ന വാക്കിന് ഭാവത്തിൻ്റെ വിപരീതം എന്നുള്ള തരത്തിൽ ഭാവം എപ്പോഴും ഉണ്ടായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിപരീതം അഭാവം. നമ്മൾ അഭാവം എന്ന് സാധാരണഗതിയിൽ ഇല്ലായ്മ എന്ന് കരുതുന്നതിന് പകരം ഭാവമില്ലാത്ത അവസ്ഥ എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഈ വരി എങ്ങനെ മനസ്സിലാക്കണം? സത്തായിട്ടുള്ളതിന്, ആത്യന്തികമായ ഉണ്മയുള്ള ഒന്നിന് ഭാവമില്ലാതിരിക്കാൻ സാധിക്കുകയേ ഇല്ല. ഭാവത്തോടു കൂടിയേ അതിരിക്കൂ. അതുകൊണ്ട് ആ ഭാവമില്ലാത്ത അവസ്ഥ അതിനൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അസത്തിന്, ഇല്ലാത്ത ഒന്നിന് ഭാവം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ ഉള്ള ഒന്നിന് ഭാവം ഇല്ലാത്ത അവസ്ഥയും ഉണ്ടായിരിക്കുകയില്ല. സത്തുണ്ടെങ്കിൽ ഭാവവും എന്ന് പറഞ്ഞാൽ ഈ ആത്യന്തികമായ സത്യമുണ്ടെങ്കിൽ ആ സത്യം ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചാകാരത്തിലാണ് ഇരിക്കുന്നത്. അല്ലാതെ മറ്റൊരു സ്ഥലത്ത് എവിടെയോ ഇരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്തുണ്ടായിരുന്ന ഒന്നായിട്ട് ആ സത്യത്തെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ കാണുന്നത് തത്വവിരോധമാണ്. ഈ രണ്ടിനെയും ചേർത്ത് ഒന്നായി കാണുന്നതിന് വേണം. ഏതിനെയാണ്? സത്തിനെയും ഭാവത്തെയും. ഇനി വരാൻ പോകുന്ന പഠനങ്ങൾ വെച്ചുകൊണ്ട് നോക്കിയാൽ സത്ത് എന്ന് പറയുന്നത് പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്നെല്ലാം വേദാന്തത്തിൽ വിളിച്ചു പോരുന്ന ആത്യന്തികമായ പരമ സത്യമാണ്. ഭാവമായിട്ട് ഇവിടെ കാണേണ്ടതോ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ചുരുക്കത്തിൽ ബ്രഹ്മസത്യം ഒന്നുള്ളത് ഉണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചാകാരത്തിലേ ഇരിക്കൂ, മറ്റൊരു തരത്തിലും ഇരിക്കുകയില്ല. അങ്ങനെ ഒന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചാകാരവും ഉണ്ടായിരിക്കുകയില്ല. ആ സതോ വിദ്യതേ ഭാവോ ആ അഭാവോ വിദ്യതേ സദാ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.